നമസ്കാരം. വലിയ പകിട്ടൊന്നുമില്ലാത്ത ഒരു ജയം. ലോകകപ്പ് T20യിൽ ആദ്യ മത്സരം ജയിച്ചെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഷോക്കാണ്. താരതമ്യേന ചെറിയ ടീമായ അമേരിക്കയെ മുക്കിയും മൂളിയും ഇന്ത്യ തോൽപ്പിച്ചത് വെറും 29 റൺസിനാണ്. വലിയ അട്ടിമറികൾ നടത്താൻ തങ്ങൾക്ക് കെൽപ്പുണ്ട് എന്നറിയിച്ചാണ് USA തങ്ങളുടെ പോരാട്ടം അവസാനിപ്പിച്ചത്. ഒരുപാട് പാളിച്ചകൾ ഇന്ത്യക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പഴികളും വന്ന് പതിച്ചതാകട്ടെ കോച്ച് ഗൗതം ഗംഭീറിന് മേൽ. ബാറ്റിംഗ് ഓർഡറിലുണ്ടായ പരീക്ഷണം പണിയായി. പ്രതീക്ഷിച്ച നിലവാരമായിരുന്നില്ല ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാർ കാഴ്ചവെച്ചത്. സഞ്ജുവിനെ പുറത്തിരുത്തി അണിയിച്ചൊരുക്കിയ ബാറ്റിംഗ് നിരയായിരുന്നു കണ്ടിരുന്നത്. അഭിഷേക് ശർമ്മയും ശിവം ദുബെയും ഗോൾഡൻ ഡക്കായി. വലിയ പ്രതീക്ഷ വച്ചിരുന്ന ഇഷാൻ കിഷനും പ്രധാന താരങ്ങളായ ഹർദിക് പാണ്ഡ്യയും റിങ്കു സിംഗുമെല്ലാം അക്ഷരാർത്ഥത്തിൽ നിരാശപ്പെടുത്തി. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യയെ വലിയ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. സൂര്യ കളം നിറഞ്ഞ് നിന്നിരുന്നില്ലായിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക് മുന്നിൽ നിലവിലെ ലോക ചാമ്പ്യന്മാർക്ക് അടിയറവ് പറയേണ്ടി വരുമായിരുന്നു. പല പൊസിഷനിലായി കളിച്ച് സ്ഥിരത നഷ്ടപ്പെട്ടതിന്റെ ആശങ്ക ബാറ്റർമാരിൽ കാണാനുണ്ടായിരുന്നു. ഗൗതം ഗംഭീറിന്റെ പരീക്ഷണങ്ങൾ ഇനിയും തുടർന്നാൽ ഇന്ത്യയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് ആരാധക പക്ഷം. ആരാധകരെ ഒട്ടും കുറ്റം പറയാനാകില്ല. സ്ഥിരതയുള്ള ഒരു ബാറ്റിംഗ് ഓർഡർ കണ്ടെത്താൻ ഗംഭീറിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. 12-ാം തീയതി നമീബിയയ്ക്കെതിരായ മത്സരമാണ് ഇന്ത്യക്ക് മുന്നിൽ ഇനിയുള്ളത്. അമേരിക്കയെ നേരിട്ട മനോഭാവത്തോടെ വീണ്ടും പരീക്ഷണത്തിന് മുതിരാതിരിക്കുന്നതാകും നല്ലത്. കാരണം പാകിസ്ഥാനെതിരെയുള്ള മത്സരമാണ് പിന്നീട് വരാൻ പോകുന്നത്. വൈകാരികമായ മത്സരം. ബാറ്റർമാർക്ക് തങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിഞ്ഞ പരിഹാരം ഇതിനോടകം തന്നെ കണ്ടെത്തേണ്ടതായുണ്ട്. കൃത്യമായ സ്ഥാനം കണ്ടെത്താനാകാത്ത പക്ഷം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. പരമാവധി ഒരു പ്ലേയിങ് 11 നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഇന്ത്യക്ക് മേൽ. അങ്ങനെ വരുമ്പോൾ അടുത്ത മത്സരത്തിൽ ജസ്പ്രീത് ബുംറ പ്ലേയിങ് 11ലേക്ക് തിരിച്ചെത്തുകയും മുഹമ്മദ് സിറാജ പുറത്തു പോവുകയും ചെയ്യും. പിന്നെ കാര്യമായ മാറ്റമൊന്നും ഇന്ത്യൻ പ്ലേയിങ് 11ൽ ഉണ്ടാകാൻ ഇടയില്ല. ഇന്ത്യ ഇതേ പ്ലേയിങ് 11 നിലനിർത്തി ശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കാൻ തീരുമാനിച്ചേക്കും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ചില താരങ്ങൾക്ക് ഇത്തവണത്തെ T20 ലോകകപ്പിൽ പൂർണ്ണമായും ബെഞ്ചിലിരിക്കേണ്ടി വരും. ഇതിൽ സഞ്ജു സാംസണും ഉൾപ്പെടുമെന്നതാണ് ഖേദകരമായ ഒരു സത്യം. അമേരിക്കയ്ക്കെതിരെ വലിയ സ്കോർ നേടാനായില്ല എങ്കിലും ഇഷാൻ ഏത് നിമിഷവും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഇന്ത്യൻ ടീമിലുണ്ട്. അവസരങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയ സഞ്ജുവിനെ വെച്ച ഇനിയൊരു ഭാഗ്യ പരീക്ഷണത്തിന് ഇന്ത്യ മുതിർന്നേക്കില്ല. അഭിഷേക് ശർമ്മയ്ക്ക് സ്ഥിരത കാട്ടാനാകാത്തതും ഇന്ത്യക്ക് മുന്നിൽ വെല്ലുവിളിയാണ്. അഭിഷേക ഫോം കണ്ടെത്തുന്നതോടെ ഇന്ത്യയുടെ ഈ പ്രശ്നവും അവസാനിക്കും. 2024 സംഭവിച്ചതുപോലെ സഞ്ജു സാംസണ് ബെഞ്ചിലിരുന്ന് തന്നെ കളി കാണേണ്ടതായും വരും. എന്തായാലും സഞ്ജു സാംസന്റെ കാര്യത്തിൽ പോസിറ്റീവായ റിപ്പോർട്ടുകളല്ല ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു താരം കുൽദീപ് യാദവാണ്. ഇന്ത്യയുടെ ചൈനാമൻ സ്പിന്നറാണ് കുൽദീപ് യാദവ്. കറക്കി വീഴ്ത്താൻ ശേഷിയുള്ള കുൽദീപ് സമീപകാലത്തായി റൺസ് വിട്ടുകൊടുക്കാൻ മടിയില്ലാത്ത താരം കൂടിയാണ്. മികച്ച ഇക്കണോമി കാത്ത് പന്തെറിയാൻ കുൽദീപിന് സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഗൗതം ഗംഭീർ കുൽദീപിനെ പ്ലേയിങ് 11ൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും പ്ലേയിങ് 11ൽ തുടരുമ്പോൾ കുൽദീപ് വെളിയിലിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. അമേരിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് നേരിട്ട ബാറ്റിംഗ് തകർച്ച ടീം മാനേജ്മെന്റിനെ ഗൗരവമായി ചിന്തിപ്പിക്കുന്നതാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കയ്ക്കെതിരെ ആയതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്തരമൊരു തകർച്ച നേരിട്ടിട്ടും ജയിക്കാനായത് എന്നതാണ് മറ്റൊരു കാര്യം. മറ്റൊരു വലിയ ടീമിനെതിരെ ഇത് നടക്കാനും സാധ്യതയില്ല. ഇത്തവണത്തെ പാകിസ്ഥാനെതിരായ മത്സരം കൂടുതൽ വൈകാരികമായതിനാൽ തന്നെ ഇനിയൊരു പരീക്ഷണത്തിന് ഇന്ത്യ മുതിരാനും സാധ്യതയില്ല. എന്തായാലും ഇന്ത്യക്ക് അടുത്ത മത്സരത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്താനും സാധിക്കേണ്ടതായുണ്ട്. ഒരു കണക്കിന് അമേരിക്കയ്ക്കെതിരെയുള്ള ഈ തരത്തിലുള്ള പ്രകടനം നല്ലതാണ്. അമിത ആത്മവിശ്വാസം കുറയ്ക്കാനും പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാനും ഇത് സഹായിക്കുന്നതായിരിക്കും.